വെൽക്കം ടു മാത്സിയോൺ HSA എക്സാം സീരീസ്. ഇന്ന് തേർഡ് ഡേയുടെ സൊല്യൂഷൻ ആണ്. അതിൽ നമ്മൾ വെക്ടർ കാൽക്കുലസ് എന്ന ടോപ്പിക്കിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: A equal to 2i plus 3j plus k, B equal to 2i minus pj plus 3k, C equal to 2i plus 17j minus 3k എന്നീ വെക്ടറുകൾ കോപ്ലെനാർ ആണെങ്കിൽ, ഓക്കെ, എന്താണ് തന്നിട്ടുള്ളത്? കോപ്ലെനാർ ആണ് തന്നിട്ടുണ്ട് വെക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ പിയുടെ വില എത്ര എന്നാണ് ചോദ്യം. പി ഇവിടെ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്കറിയാം, മൂന്ന് വെക്ടേഴ്സ് കോപ്ലെനാർ ആണെങ്കിൽ അതിന്റെ ബോക്സ് പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ. അതായത് ബോക്സ് പ്രൊഡക്റ്റ് എങ്ങനെ കാണാൻ? നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടാൽ മതി. ഡിറ്റർമിനന്റ് ABC അല്ലെ. ഇതെന്ത് വരും? 2, 3 അതുപോലെ 1 അല്ലെ. ഇവിടെ 2, 3 കെയുടെ കോഎഫിഷ്യന്റ് 1, അതുപോലെ ഇവിടെ ഐയുടെ 2, ജെയുടെ -p, കെയുടെ എന്താണ് 3 അല്ലെ. 3 എന്ന് വരും. അതുപോലെ തന്നെ ഇവിടെ 2, 17 -3 എന്ന് വരും. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. എന്ത് വരും? 2 ടൈംസ് -p ഇൻറ്റു -3, 3p അല്ലെ. -17 ഇൻറ്റു 3, 51. ഓക്കെ, 51 വന്നു. -3 ഇൻറ്റു 2 ഇൻറ്റു -3, -6, -2 ഇൻറ്റു 3, 6 അല്ലെ. പ്ലസ് 1 ഇൻറ്റു 2 ഇൻറ്റു 17, 34, -34 ആണ്, 34 -2 ഇൻറ്റു -p പ്ലസ് 2p. ഓക്കെ, ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, സോ ഇതെന്ത് വരും? 6p -102. ഇതെന്ത് വരും? -12 ഇൻറ്റു -3 എന്ത് വരും? പ്ലസ് 36 പ്ലസ് 34 പ്ലസ് 2p ഈക്വൽ ടു 0 എന്ന് വരും. അപ്പൊ 6p പ്ലസ് 2p 8p പ്ലസ് എന്ത് വരും? 36 പ്ലസ് 34 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 പ്ലസ് 10 70. 70 മൈനസ് 102 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -32 എന്ന് വരും, ഈക്വൽ ടു 0. സോ 8p ഈക്വൽ ടു 32 എന്ന് കിട്ടും. ഇംപ്ലൈസ് p ഈക്വൽ ടു എന്ത് കിട്ടും? 32/8, 4 എന്ന് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് a plus b plus c equal to 0, where modulus of a equal to 3, modulus of b, magnitude of b equal to 4, modulus of c equal to √37 ആണെങ്കിൽ എ ബി എന്ന വെക്ടറുകൾ തമ്മിലുള്ള കോൺ എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എയും ബിയും മാത്രമേ വേണ്ടൂ, സിന്റെ ആവശ്യം ഇവിടെ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താണ് സി എന്ന് അവിടുന്ന് കണ്ടുപിടിക്കുന്നു. നമുക്ക് തന്നിട്ടുള്ള എന്താണ്? വെക്ടർ എ പ്ലസ് ബി പ്ലസ് സി ഈക്വൽ ടു എന്താണ്? 0 ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? -c ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? -c വെക്ടറിന്റെ സ്ക്വയർ. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മോഡ് സിയുടെ സ്ക്വയർ തന്നെയായിട്ട് വരും അല്ലെ. സോ നോക്കൂ, ഇനി എന്താണ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ പ്ലസ് ബി ഡോട്ട് എ പ്ലസ് ബി ആയിരിക്കും അല്ലെ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ഡോട്ട് ബി എന്ന് വരും. അതായത് മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 മോഡ് എ മോഡ് ബി കോസ് തീറ്റ എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എന്തെഴുതാം അതിനെ? വിച്ച് ഇംപ്ലൈസ് എന്ത് കിട്ടി? മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2 ടൈംസ് മോഡ് എ മോഡ് ബി കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എ ഡി ബി ഡി ഇടയിലുള്ള ആംഗിൾ ആണ് അല്ലെ. കോസ് തീറ്റ ഈക്വൽ ടു മോഡ് സി സ്ക്വയർ എന്ന് വരും. ഇനി മോഡ് എ സ്ക്വയർ എന്താ? മോഡ് എ 3 ആണെങ്കിൽ മോഡ് എ സ്ക്വയർ 9 അല്ലെ. മോഡ് ബി സ്ക്വയർ 16 പ്ലസ് 2 ഇൻറ്റു 3 ഇൻറ്റു 4 കോസ് തീറ്റ ഈക്വൽ ടു എന്താണ്? മോഡ് സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ √37 സ്ക്വയർ 37 അല്ലെ. സോ ഇതെന്ത് വരും? 25. അപ്പം ഇതെത്ര വരിക? 4 ഇൻറ്റു 3 12 ഇൻറ്റു 24 കോസ് തീറ്റ ഈക്വൽ ടു 37 മൈനസ് ഇതിവിടെ വരും 25. എന്ത് വരും? 12 എന്ന് വരും അല്ലെ. വിച്ച് ഇംപ്ലൈസ് കോസ് തീറ്റ ഈക്വൽ ടു 1/2 എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? π/3 എന്ന് വരും. ഓക്കെ, അപ്പൊ കോസ് തീറ്റ π/2 ആണെന്നും തീറ്റ π/3. ഓപ്ഷൻ എ ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു XY² Z എന്ന ഏകതത്തിന്റെ 1, 0, 0 എന്ന ബിന്ദുവിനെ 2i മൈനസ് 2j പ്ലസ് k എന്ന ദിശയിലുള്ള ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് എഫ് എന്നുള്ള ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതൊരു പോയിന്റിന് ഒരു വെക്ടറിനനുസരിച്ചുള്ള
ഡയറക്ഷണൽ ഡെറിവേറ്റീവ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഡെൽ എഫ് ആ ഏതാണോ പോയിന്റ് ആ പോയിന്റ് പിയിൽ കാണാം, ഡോട്ട് ഏതാണോ വെക്ടർ ആ വെക്ടറിന്റെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്ടർ എടുക്കുക, അതിനോടുള്ള ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, അതായിരിക്കും എന്ത് വരിക, ഡയറക്ഷണൽ ഡെറിവേറ്റീവ് എന്ന് വരിക. ഓക്കെ, അപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് വൈ സ്ക്വയർ സെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെൽ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ എഫ് ബൈ ഡോ ഇസഡ് കെ അല്ലെ. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ സ്ക്വയർ സെഡ് ഐ പ്ലസ് വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സെഡ് ഉണ്ടാവും, വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2y അല്ലെ. സോ 2y z എന്ത് വരും, ജെ വരും. ഓക്കെ, പ്ലസ് അടുത്തെന്താണ്, ഡെൽ എഫ് ബൈ ഡെൽ സെഡ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇതെന്ത് വരും, എക്സ് വൈ സ്ക്വയർ കെ വരും. അതാണ് ഡെൽ എഫ്. എന്റെ ഡെൽ എഫ് അറ്റ് ഏതാണ് പോയിന്റ് 1,0,0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ വൈ സ്ക്വയർ സെഡ് ആണ്, വൈയും സെഡും 0 ആണ്, സോ 0i പ്ലസ് ഇവിടെ വൈയും സെഡും 0 ആണ്, സോ 0j പ്ലസ് ഇവിടെ എക്സ് വൈ സ്ക്വയറിന്റെ വൈ 0 ആണ്, സോ ഇതെന്ത് വരും 0k, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി, 0 എന്ന് കിട്ടി. ഡെൽ എഫ് തന്നെ 0 ആണ്, അപ്പൊ ഡെൽ എഫിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും 0 തന്നെ വരും. സോ ഓപ്ഷൻ സി 0 ആയിരിക്കും ഇവിടെ കറക്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. എഫ് ഈക്വൽ ടു എക്സ് ജെ മൈനസ് വൈ ഐ ഡിവൈഡ് ബൈ ബി സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ വേർ എ ഗ്രേറ്റർ ദാൻ 0 ബി ഗ്രേറ്റർ ദാൻ 0 എന്നതൊരു പ്ലെയിനാർ വെക്ടർ ഫീൽഡ് ആണ്. പ്ലെയിനാർ വെക്ടർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു വെക്ടർ ഫീൽഡ് ആണ്. സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ബിലോങ്സ് ടു ആർ ടു സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഒരു വൃത്തമാണ്. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം ഒരു പ്ലെയിനാർ വെക്ടർ ഫീൽഡ്, ഒരു എക്സ് വൈ പ്ലെയിനുള്ള വെക്ടർ ഫീൽഡിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ലൈൻ ഇന്റഗ്രൽ കാണാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രീൻസ് തിയർ ഉപയോഗിക്കും അല്ലെ. ഗ്രീൻസ് തിയർ ആണ് ഉപയോഗിക്കുക. ഗ്രീൻസ് തിയർ എന്താണ് പറയുന്നത്, ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താണ്, ഡബിൾ ഇന്റഗ്രൽ ഓവർ ദ റീജിയൻ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ആയിരിക്കും. ഓക്കെ, ഇവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, എം ഐ പ്ലസ് എൻ ജെ എന്നുള്ള ഫോമിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള എഫിനെ നമുക്ക് എങ്ങനെ എഴുതാം, ഇവിടെ എന്താണ് ഐനെ ആദ്യം എഴുതുന്നു. ഇപ്പൊ മൈനസ് വൈ ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഐ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ജെ എന്ന് എഴുതാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എം ഈക്വൽ ടു എന്താണ്, മൈനസ് വൈ ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഡോ എം ബൈ ഡോ വൈ, എം വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മുകളിലും താഴെ എന്തുണ്ട്, വൈ ഉണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിനോമിനേറ്റർ ഇൻറ്റു കോഷ്യൻ റൂൾ ആണ് ഉപയോഗിക്കുന്നത്, എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു മൈനസ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക, -1 അല്ലെ. സോ ഇത് മൈനസ് എന്ന് വരും, മൈനസ് ഇത് മൈനസ് വൈ ഇൻറ്റു അല്ലെ. അപ്പൊ ഇത് പ്ലസ് വന്നു, വൈ ഇൻറ്റു ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, വൈ എ സ്ക്വയർ വൈ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2y അല്ലെ. പിന്നെ എന്താ വരിക, ബി സ്ക്വയർ എക്സ് സ്ക്വയറിൽ വൈ ഇല്ല, സോ അത് 0 ആയിരിക്കും. ഇങ്ങനെ വരും. ഡിവൈഡ് ബൈ എന്ത് വന്നു, നമുക്ക് തന്നിട്ടുള്ള എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 2 എ സ്ക്വയർ വൈ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇവിടെ ഒരു മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഉണ്ട്. സോ എന്ത് കിട്ടും, എ സ്ക്വയർ വൈ സ്ക്വയർ വരും, ബാക്കി മൈനസ് ഇവിടെ ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് കിട്ടി, എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് എം വൈ കിട്ടുക. ഇനി ഇതുപോലെ നമുക്ക് അടുത്ത് എന്താണ് കാണേണ്ടത്, എൻ എക്സ് ആണ്. ഇപ്പൊ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു, എക്സ് ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ആണ്. ഇപ്പൊ ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കോഷ്യൻ റൂൾ ചെയ്യുന്നു, എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 മൈനസ് എക്സ് ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എ സ്ക്വയർ വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0, ബി സ്ക്വയർ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2b സ്ക്വയർ എക്സ് എന്ന് വരും. ഓക്കെ, ഡിവൈഡ് ബൈ എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലെ. ദിസ് ഇസ് ഈക്വൽ ടു ഇവിടെ എന്താ വരിക, ഇത് 2b സ്ക്വയർ എക്സ് സ്ക്വയർ ആണ് വരിക. അപ്പോൾ ഇവിടെ ഒരു ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഉണ്ട്, മൈനസ് ആയിട്ട് മാറും അല്ലെ. സോ
എ സ്ക്വയർ വൈ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എന്ത് കിട്ടി, എ സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. നോക്കൂ, ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു, ഇത് രണ്ടും സെയിം അല്ലേ, ഈക്വൽ ടു എന്ത് കിട്ടി, ഡോ എം ബൈ ഡോ വൈ എന്ന് കിട്ടി. സോ ഇതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും അല്ലെ. ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 0 ആയിട്ട് മാറും. സോ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരും. ഓക്കെ, കുറച്ച് ലെങ്തിയാണ്, ബട്ട് ചിലപ്പോൾ ഈ തരത്തിലുള്ള ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് ഐ പ്ലസ് എക്സ് പ്ലസ് വൈ ക്യൂബ് ജെ ഫോർ ഓൾ എക്സ് കോമ വൈ വെർ എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന വെക്ടർ ഫീൽഡും ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെയും ആണ്. ഓക്കെ, അപ്പൊ എഫ് എന്ന് പറയുന്നത് ഈ വെക്ടർ ഫീൽഡ് ആണ്, അതുപോലെ ആർ എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ ആണ്. അങ്ങനെയാണെങ്കിൽ സി ഫ്രം സി എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു ടി സ്ക്വയർ വൈ ഈക്വൽ ടു ടി ക്യൂബ് വേർ 0 ലെസ് ദാൻ ഈക്വൽ ടി ലെസ് ദാൻ ഈക്വൽ ടു എന്ന പാതയിലൂടെയുള്ള 0 മുതൽ 1 വരെയുള്ള ലൈൻ ഇന്റഗ്രൽ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇതിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ലൈൻ ഇന്റഗ്രൽ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ഉണ്ട്. ഇന്റഗ്രൽ ലൈൻ ഇന്റഗ്രൽ ഓവർ സി, ഇവിടെ എങ്ങനെ എഫ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ എന്താണ് എം ഐ പ്ലസ് എൻ ജെ ആണ് എന്ന് വിചാരിക്കുക. അതുപോലെ ആർ എന്ന് പറയുന്നതിനെ സി എന്ന് പറയുന്നത് എന്താണ്, സം ഫംഗ്ഷൻ അല്ലെ, എക്സ് ഓഫ് ടി വൈ ഓഫ് ടി ആയിരിക്കും സി എന്ന് പറയുന്നത് ഉണ്ടാവും അല്ലെ. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഫംഗ്ഷൻ ഓഫ് എക്സ് ഓഫ് ടി, അതായത് ഇവിടെ ജി ഓഫ് എക്സ്, ആർ എന്ന് പറയുന്നത് ജി ഓഫ് എക്സ് ഐ പ്ലസ് സം എച്ച് ഓഫ് എക്സ് ജെ എന്നുള്ള ഫോമിലാണ്. അപ്പൊ ആറിനെ ആർ ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും, ജി ഓഫ് എക്സ് ഓഫ് ടി ഐ പ്ലസ് എച്ച് ഓഫ് എക്സ് ഓഫ് ടി ജെ എന്നുള്ള ഫോമിൽ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കർവ് ഏതാണോ ആ കർവിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആറ് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയോ, ഇന്റഗ്രൽ ഓവർ ടി, ടി എവിടെ മുതൽ എവിടെ വരെയാണോ വേരി ചെയ്യുന്നത് അത് എഫ് ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ഡി ആർ ബൈ ഡി ടി അല്ലെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്നാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്, എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്, അതുപോലെ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ക്യൂബ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്ന എക്സ് ഐ പ്ലസ് വൈ ജെ എന്നുള്ളത് എന്തായിട്ട് മാറും, ടി സ്ക്വയർ ഐ പ്ലസ് ടി ക്യൂബ് ജെ ആയിട്ട് മാറും. അതാണ് ആർ ഓഫ് ടി. അങ്ങനെയാണെങ്കിൽ ആർ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത്. ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2ti പ്ലസ് 3t സ്ക്വയർ ജെ എന്ന് വരും. ഇതാണ് ആർ ഡാഷ് ഓഫ് ടി കിട്ടിയത്. ഓക്കെ, ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താ, റൂട്ട് എക്സ് ഐ പ്ലസ് എക്സ് പ്ലസ് വൈ ക്യൂബ് ജെ എന്നാണ് അല്ലെ. അപ്പൊ നോക്കൂ, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ടി സ്ക്വയർ. അപ്പൊ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ടി അല്ലെ, ഐ പ്ലസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ടി സ്ക്വയർ പ്ലസ് വൈ ക്യൂബ്, വൈ എന്ന് പറഞ്ഞാൽ ടി ക്യൂബ്, വൈ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ടി റേസ് ടു 9 ജെ എന്ന് വരും. അപ്പൊ ഇതാണ് എന്ത് വരിക, എഫ് ഓഫ് ആർ ഓഫ് ടി എന്ന് വരുന്നത്. ഓക്കെ, എഫ് ഓഫ് ആർ ഓഫ് ടി. ഇനി എഫ് ഓഫ് ആർ ഓഫ് ടി ഇൻറ്റു എന്താണ്, ആർ ഡാഷ് ഓഫ് ടി ചെയ്യണം. എഫ് ഓഫ് ആർ ഓഫ് ടി ഇൻറ്റു ആർ ഡാഷ് ഓഫ് ടി ചെയ്യുന്ന സമയത്ത് എന്ത് വരും, എഫ് ഡോട്ട് ആർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് ഇന്റഗ്രൽ ഓവർ ടി എന്ന് പറഞ്ഞാൽ ടി ഇവിടുന്ന് എവിടെ മുതൽ എവിടെ വരെ വേരി ചെയ്യുന്നത്, 0 മുതൽ 1 വരെ അല്ലെ. സോ ഇന്റഗ്രൽ 0 to 1, ഇതിനെ രണ്ടിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ് ആണ് ടി ഐ പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു 9 ജെ ഡോട്ട്. ഓക്കെ, ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി എന്ന് പറയുമ്പോൾ വരും 2ti പ്ലസ് 3t സ്ക്വയർ ജെ എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഡി ടിന്റെ ടി ഇൻറ്റു 2t ഇതെന്ത് വരും, 2t സ്ക്വയർ അല്ലെ, പ്ലസ് ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു 9 ഇൻറ്റു 3t സ്ക്വയർ. അപ്പൊ എന്തൊരു ടി സ്ക്വയർ ഇൻറ്റു 3t സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3t റേസ് ടു 4 പ്ലസ് 3t റേസ് ടു 11 എന്ന് വരും അല്ലെ, ഡി ടി എന്ന് വരും. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാം, 2 ഇൻറ്റു ടി ക്യൂബ് ബൈ 3 ഇന്റഗ്രൽ 0 to 1 പ്ലസ് 3 ഇൻറ്റു ടി റേസ് ടു 5 ബൈ 5 ഇന്റഗ്രൽ 0 to 1 പ്ലസ് 3 ഇൻറ്റു ടി റേസ് ടു 12 ബൈ 12 ഇന്റഗ്രൽ 0 to 1 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വരും 2 ബൈ 3 പ്ലസ് 3 ബൈ 5 പ്ലസ് 3 ബൈ 12 എന്ന് വരും അല്ലെ, 3 ബൈ 12 എന്ന് വരും. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 1 ബൈ 4 എന്ന് എഴുതാം അല്ലെ, 1 ബൈ 4 എന്ന് എഴുതാം. അപ്പൊ 3ന്റെയും 4ന്റെയും 5ന്റെയും കൂടെയാണ് എന്ത് വേണ്ടത്, ഇവിടെ എൽ സി എം വേണ്ടത്. അപ്പൊ എന്ത് വരും, 3ന്റെയും 4ന്റെയും 5 ആവുമ്പോൾ 60 ആണല്ലേ വരിക, 60. അപ്പൊ ഇതെന്ത് വരും,
20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 20 ഇൻറ്റു 2 40 പ്ലസ് 3 ഇൻറ്റു 12 36 പ്ലസ് 1 ഇൻറ്റു 15 എന്ന് വരും. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇത് 51 പ്ലസ് 40 91/60. ഓക്കെ, സോ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടെ കറക്റ്റ് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to x സ്ക്വയർ പ്ലസ് y സ്ക്വയർ dA. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ dA എന്ന് പറയുന്ന ഇത് 0 to 1 0 to x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് x വേരി ചെയ്യുന്നത്, ഇത് y വേരി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവിടെ dA എന്ന് പറയുന്ന ഏരിയ എലമെന്റ് എന്ന് പറയുന്നത് എന്താണ്? dy dx ആയിരിക്കും അല്ലെ, dy dx ആയിരിക്കും. സോ ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ 0 to x സ്ക്വയർ പ്ലസ് y സ്ക്വയർ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും? y സ്ക്വയർ dy dx എന്ന് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 ഇതിനെ വിത്ത് റെസ്പെക്ട് y ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x സ്ക്വയറിന്റെ ഇന്റഗ്രൽ x സ്ക്വയർ dy ന്റെ ഇന്റഗ്രൽ y എന്ന് വരും അല്ലെ. y ഇന്റഗ്രൽ 0 to എങ്ങോട്ടാ? x 0 to x പ്ലസ് ഇതെന്ത് വരും? y ക്യൂബ് ബൈ 3 എന്ന് വരും ഇന്റഗ്രൽ 0 to x. ഓക്കെ, ഇതിങ്ങനെ മൊത്തത്തിലുണ്ട് dx എന്ന് വരും. ഓക്കെ, സോ ദിസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to 1 എക്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? എക്സ് ക്യൂബ് ആയിട്ട് മാറും. പ്ലസ് ഇതെന്തായിട്ട് മാറും? എക്സ് ക്യൂബ് ബൈ 3 ആയി അല്ലെ. 0 കൊടുക്കുമ്പോൾ 0 ആയിട്ട് മാറും. ഓക്കെ, സോ എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 dx എന്ന് വരും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to 1 എന്ത് വരും? 4x ക്യൂബ് ബൈ 3 അല്ലെ. അപ്പൊ 4/3 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് ക്യൂബ് എന്ന് വരും. സോ ദിസ് ഈക്വൽ ടു 4/3 ഇൻറ്റു എക്സ് റേസ് ടു 4/4 ഇന്റഗ്രൽ 0 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 കൊടുക്കുമ്പോൾ 1/4, 0 കൊടുക്കുമ്പോൾ 0. സോ 4ഉം 4ഉം കട്ട് ചെയ്താൽ 1/3 എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ ബി 1/3 ആയിരിക്കും ഇവിടെ കറക്റ്റ് ആൻസർ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ചുവടെ തന്നിരിക്കുന്നതിൽ സ്റ്റോക്സ് തിയറവുമായി ബന്ധപ്പെട്ടത് ഏതെന്നാണ്? അപ്പൊ സ്റ്റോക്സ് തിയർ എന്താണ്? ലൈൻ ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈക്വൽ ടു സർഫസ് ഇന്റഗ്രൽ ഡെൽ ക്രോസ് എഫ് അല്ലെ, ഡെൽ ക്രോസ് എഫ് എൻ ഡി സിഗ്മ എന്നാണ്. ഡോട്ട് എൻ സി ഡി സിഗ്മ എന്നുള്ളതാണ് എന്തെന്ന്? സർഫസ് ഇന്റഗ്രൽ ആണ്. സോറി, അതാണ് എന്ത് വരുന്നത്? സ്റ്റോക്സ് തിയറം വരുന്നത് അല്ലെ. ഒരു 3D ആയിട്ടുള്ള ഒരു വെക്ടർ ഫീൽഡ് ആണ് തന്നിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർഫസ് ഇന്റഗ്രൽ ആയിട്ട്, ആ ലൈൻ ഇന്റഗ്രൽ നമുക്കൊരു സർഫസ് ഇന്റഗ്രൽ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് സ്റ്റോക്സ് തിയറം പറയുന്നത്. ഇപ്പൊ സർഫസ് ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ അല്ല, ലൈൻ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ, ഇത് രണ്ടും ശരിയാണ്. വോളിയം ഇന്റഗ്രൽ ഇല്ല അല്ലെ. ലൈൻ ഇന്റഗ്രൽ വോളിയം ഇന്റഗ്രൽ തെറ്റാണ്. ലൈൻ ഇന്റഗ്രൽ സർഫസ് ഇന്റഗ്രൽ, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. ചുവടെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഡൈവേർജൻസ് തിയറം ഉപയോഗിച്ച് ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ആർ ഡോട്ട് എൻ ഡി എസ് where S is a closed surface and V is the volume element and R is the position vector of a point inside S. ഓക്കെ, കണ്ടെത്തുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഓക്കെ, അപ്പൊ നോക്കൂ എന്താണ് ഡൈവേർജൻസ് തിയറം? ഗോസ് ഡൈവേർജൻസ് തിയറം പറയുന്നത് എന്താ? ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് എഫ് ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി എന്താണ്? ഡെൽ ഡോട്ട് എഫ് ഡി വി ആയിരിക്കും അല്ലെ. ഇപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്നതിന് പകരം എന്താണ് തന്നിട്ടുള്ളത്? ആർ ആണ് തന്നിട്ടുള്ളത്. ആർ എന്താ? ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ വെക്ടർ ആണ് അല്ലെ. പൊസിഷൻ വെക്ടർ ആണ്. അപ്പൊ പൊസിഷൻ വെക്ടർ ആയതുകൊണ്ട് ആറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് എന്ത് എഴുതാൻ പറ്റും? സെറ്റ് കെ എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വേണ്ടത്? ഡെൽ ഡോട്ട് എഫ് അല്ലെങ്കിൽ അപ്പൊ ഡബിൾ ഇന്റഗ്രൽ ഓവർ എസ് ആർ ഡോട്ട് എൻ ഡി എസ് എന്ന് പറയുന്നത് എന്താ വരിക? ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി ഡെൽ ഡോട്ട് ആർ ഡി വി ആയിരിക്കും വരും അല്ലെ. അപ്പൊ ഡെൽ ഡോട്ട് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? ഡോ എം ബൈ ഡോ എക്സ് പ്ലസ് ഡോ എൻ ബൈ ഡോ വൈ പ്ലസ് ഡോ പി ബൈ ഡോ സെഡ് വരും അല്ലെ. ഇതിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, അപ്പൊ എന്ത് വരും? 1 പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യും 1 പ്ലസ് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യും 1. സോ ഇതെന്ത് വരും? 3 എന്ന് വരും. ഓക്കെ, സോ ഇതെന്തായിട്ട് മാറി? 3 ആയിട്ട് മാറി. സോ 3 ടൈംസ് ട്രിപ്പിൾ ഇന്റഗ്രൽ ഓവർ വി ഡി വി ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3v എന്ന് വരും അല്ലെ. വോളിയം എലമെന്റിനെ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ വോളിയം തന്നെയാണ് കിട്ടുക. സോ എന്തായിട്ട് മാറും? 3v എന്ന് വരും. സോ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ വരും. ഓക്കെ, സോ ഈ വീഡിയോയിൽ നമ്മൾ വെക്ടർ കാൽക്കുലസിലെ സൊല്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഒരുവിധം എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളാണ്. ബുദ്ധിമുട്ട് എന്നല്ല, കുറച്ചൊന്ന് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഡയറക്റ്റ് തന്നെയാണ്, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒന്ന് എന്താണ് നമുക്ക് കണ്ടാൽ ഡയറക്റ്റ് ആണെന്ന് തോന്നാത്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ചില ചോദ്യങ്ങൾ മാത്രം ലെങ്തി ആണ്. ഇത്ര വലിയ ലെങ്തി ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം.
പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, ക്രോസ് പ്രൊഡക്റ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ബോക്സ് പ്രൊഡക്റ്റ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 3 തിയറങ്ങൾ, ഡൈവേർജൻസ് തിയറം, സ്റ്റോക്സ് തിയറം, ഗ്രീൻസ് തിയറം, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അത്തരം ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സുകളിൽ, നെക്സ്റ്റ് ഡേയിൽ നമുക്ക് നെക്സ്റ്റ് എക്സാമിന്റെ സൊല്യൂഷൻ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.